ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ, എഴുത്തുകാരൻ, സർവോപരി 30-ലേറെ വർഷത്തോളമായി മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖം ശ്രീ പ്രേംകുമാറാണ് ഇന്ന് Q8-ൽ. നമസ്കാരം. നമസ്കാരം. 3 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാലമാണ്. അപ്പോൾ അത്രയും കാലം സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുക, ആ ഒരു കെയർ ഓഫ് ഉണ്ടാവുക, അതൊരു വലിയ കാര്യമാണ് അല്ലേ? തീർച്ചയായും. ഞാൻ പക്ഷേ 3 പതിറ്റാണ്ടായെന്നൊക്കെ ഈ പറയുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. വളരെ ഒരു ഷോർട്ട് പീരീഡ് പോലെയാണ് എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നത്. നാൾ പോലെ തോന്നുകയാണ്. സിനിമയിൽ ആദ്യം അഭിനയിച്ച സിനിമ മുതൽ ഇപ്പോഴും വരെ എനിക്കതൊരു വളരെ ഒരു ഷോർട്ട് ടൈം പോലെയാണ്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് 30 വർഷത്തിൽ അധികമായി. 91-ലാണ് ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷൂട്ട് നടക്കുന്നതൊക്കെ ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുകയാണ്. പക്ഷെ മലയാള സിനിമ ഒരുപാട് മാറി. ആ ഒരു 30 സിനിമ ഫ്രറ്റേണിറ്റി മാറി. ഇടക്കാലത്തൊരു ഇടവേള ഉണ്ടായി. അതിന് പക്ഷെ വളരെ പെട്ടെന്ന് മറികടക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടവേള ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് തോന്നാത്ത രീതിയിൽ അത് മറികടന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ എളുപ്പമായിരുന്നു അത്? അതിനകത്ത് ആദ്യം ചോദിച്ചൊരു മലയാള സിനിമ ഒരുപാട് മാറി എന്ന് പറഞ്ഞില്ല. മലയാള സിനിമ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന്, ജീവിതശൈലിയിൽ നിന്ന്, മനുഷ്യൻ്റെ അഭിരുചികളിൽ ഒക്കെ ലോകം തന്നെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം എല്ലാ മേഖലകളിലും, സിനിമയിൽ മാത്രമല്ല, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വിപ്ലവാത്മകമായ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ ഒരു ദൂരം കുറയുന്നു. മുമ്പൊക്കെ നമുക്ക് ഒരാളുമായിട്ട് നമുക്ക് ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരാളെ നമുക്ക് ഒന്ന് സംസാരിക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ എന്തുമാത്രം പറ്റൂല, ചിലപ്പോൾ ഈ കത്തൊക്കെ എഴുതുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിമിഷം കൊണ്ട് മെസ്സേജ് അയക്കാം, നമുക്ക് പിന്നെ മൊബൈലിൽ വിളിക്കാം, ഇൻ്റർനെറ്റായി, വാട്സപ്പായി, ഫേസ്ബുക്കായി, ട്വിറ്ററായി, ഇതായി സംവിധാനങ്ങൾ മൊത്തം മാറിയില്ലേ. അപ്പോൾ ആ ഒരു മാറ്റം സിനിമയിലുണ്ട്, സിനിമയുടെ പ്രമേയങ്ങളിൽ, സിനിമയുടെ സാങ്കേതിക വിദ്യയിൽ, അതുപോലെ പ്രേക്ഷകൻ്റെ അഭിരുചിയിലും. പ്രേക്ഷകൻ ഇപ്പോൾ ലോക സിനിമയൊക്കെ പ്രേക്ഷകന് ഇങ്ങനെ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ഇതും പ്രേക്ഷകൻ്റെ വിരൽത്തുമ്പിൽ ഇങ്ങനെ ലഭ്യമാകുന്ന ഒരു കാലം. നമ്മൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയാം, നമ്മൾ കുട്ടികളൊക്കെ ഈ വിജ്ഞാനങ്ങളുടെയൊക്കെ വലിയ കലവറകളാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലും അവരോട് ഒരു ഇൻ്റലിജൻസ് എല്ലാം മാറിയത് തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ട്. പിന്നെ രണ്ടാമത് വെച്ച് സിനിമയിൽ നിന്ന് അങ്ങനെ മാറി നിന്നതാണ്. ആ മാറി നിന്ന് ഒരു ഇടവേള എടുത്തു തോന്നാത്ത രീതിയിലായിരുന്നു ആ ഇടവേള എന്നാണ് ചോദിച്ചത്. ഇല്ല, സിനിമയിൽ ഞാൻ അങ്ങ് ബോധപൂർവ്വം മാറി നിന്നിട്ടൊന്നുമില്ല. പിന്നെ ചില വ്യക്തിപരമായ ചില കാരണങ്ങളെ കൊണ്ടൊക്കെ ചില സമയത്ത് സിനിമയിൽ നിന്ന് ഒരല്പം അകന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടവേള മറികടക്കാൻ എളുപ്പമായിരുന്നു. ഏതാ ഇടവേള മറികടക്കാൻ അങ്ങനെ ഞാൻ ബോധപൂർവം സിനിമയിൽ അഭിനയിക്കാനും ശ്രമിച്ചിട്ടില്ല, ഇടവേളയ്ക്കായും ശ്രമിച്ചിട്ടില്ല, അതിന് മറികടക്കാനും ശ്രമിച്ചിട്ടില്ല. അതിങ്ങനെ സംഭവിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതൊരു ദൈവനിശ്ചയം പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഒരു ശ്രമഫലമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. സിനിമയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പോലും ഞാനൊരു ശ്രമം നടത്തിയിട്ടില്ല. ഏതാണ്ട് ഒരു 150ഓളം സിനിമകളിപ്പോൾ, ചിലതൊന്നും റിലീസായിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഇതുണ്ടാവും, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു സിനിമ പോലും എൻ്റെ ഒരു ശ്രമത്തിലോ ആഗ്രഹത്തിലോ പ്രയത്നത്തിലോ അല്ല കിട്ടിയത്. എന്ന് പറയുമ്പോൾ ആദ്യ സിനിമ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ദൂരദർശനിലെ ചില പ്രോഗ്രാംസ് വന്നു, അത് ശ്രദ്ധിക്കപ്പെട്ടു. ദൂരദർശനിലൊരു സംസ്ഥാന അവാർഡ് ആദ്യം കിട്ടുന്നു. അപ്പോൾ സിനിമാക്കാർ ശ്രദ്ധിച്ചു. അങ്ങനെ അവസരങ്ങൾ ഒരുപാട് ഇങ്ങനെ എന്നെ തേടി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഈസിയായിട്ട് കിട്ടിയ ഒരു കാര്യമായിട്ട് ഞാൻ വളരെ ലാഘവത്തോടെയാണ് സിനിമയെ ഞാൻ കണ്ടതും കൈകാര്യം ചെയ്തത്. അവിടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് എന്നെ സിനിമയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. അതിനുള്ള ബുദ്ധിയുമില്ല, അത് വേറെ സത്യമാണെങ്കിൽ പോലും ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു അവസരങ്ങൾ ഞാനങ്ങ് ചെയ്തു. അല്ലാതെ അതിനകത്തൊരു സെലക്റ്റീവ് ആവുകയോ ചിലത് വേണ്ടാന്ന് അങ്ങനെയൊന്നുമല്ല. എനിക്ക് കിട്ടിയത്, എനിക്ക് സൗകര്യമെന്ന് തോന്നിയത്, കംഫർട്ടബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അതിനകത്തൊന്നും ഒരു ബുദ്ധിപൂർവം ഇങ്ങനെ കാര്യങ്ങൾ കണ്ട് അതിനെ വീക്ഷിച്ച് നിരീക്ഷിച്ച് അതിന് തീരുമാനമെടുത്ത് അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതല്ല, എൻ്റെ ചിന്തയ്ക്കോ യുക്തിക്കോ തീരുമാനങ്ങൾക്കോ ഒന്നും ജീവിതത്തിൽ ഒരു പ്രസക്തിയും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊക്കെ ഉപരിയായിട്ടൊരു ദൈവനിയോഗം പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഹാസ്യ വേഷങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ക്യാരക്ടർ വേഷങ്ങളിലേക്കൊക്കെ വന്ന സമയത്താണ് അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടായത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒന്നും പ്ലാൻഡായിട്ട് ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞെങ്കിലും മലയാള സിനിമ എന്ന് പറയുന്നത് ഏത് സിനിമ ഇൻഡസ്ട്രി പോലെ തന്നെ അതിൻ്റേതായ ലോബികളും അതിൻ്റേതായ കോക്കസുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരു പക്ഷേ ഒരു നായക സ്ഥാനത്തേക്കൊക്കെ വരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ പറഞ്ഞാൽ
ഇല്ല, അങ്ങനെ സിനിമയിൽ അങ്ങനെ കോക്കസുകളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സിനിമ ഏതെങ്കിലും പ്രത്യേകിച്ച് ലോബിയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറത്ത്, ഇപ്പോൾ അത് ഈ ടെക്നോ പാർക്കൊക്കെ വന്നതിന് ശേഷം അതൊരു വലിയ ഒരു നഗരമായിട്ട്, വ്യാവസായിക നഗരം ഞാൻ പറയുന്ന ഇന്റർവ്യൂകളിലും പറയുന്നതാണ്, അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ മുമ്പ് ഒരു നാട്ടിൻപുറം കഴക്കൂട്ടം, അവിടെ ജനിച്ചു വളർന്ന ഒരാൾ, ഒരു സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകൻ, സാധാരണ ഒരു കുടുംബം, അമ്മ വീട്ടമ്മ. അവിടെ നിന്ന് എനിക്ക് സിനിമയൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റുന്ന ഒരു മേഖലയേ ആയിരുന്നില്ല. നാടകമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ പിന്നീട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ശേഷം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിരുന്ന എൻ്റെ സീനിയേഴ്സായിട്ടിരുന്ന ചിലർക്ക് ദൂരദർശനിലൊക്കെ ജോലിയുണ്ടായി. അവർക്ക് അവരുടെ ചില പ്രൊഡക്ഷൻസിലൊക്കെ എന്നെ ഉൾപ്പെടുത്താൻ പറ്റി. ദൂരദർശനിൽ ഞാൻ പാനൽ ആർട്ടിസ്റ്റുമായിരുന്നു, അതുകൊണ്ടൊക്കെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റി. അങ്ങനെ ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ സിനിമയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ, പിന്നെ സിനിമ എനിക്ക് എന്നെ തേടി വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് ഒരു ജോലി കിട്ടുകയായിരുന്നു ആദ്യമൊക്കെ എൻ്റെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അഭിനയത്തിൽ അങ്ങ് മുഴുകി അങ്ങ് പോയപ്പോൾ പിന്നെ ജോലിയൊക്കെ അങ്ങ് മറന്നിട്ട് അതിലോട്ടങ്ങ് ആയി. അതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതലേ ഇങ്ങനെ അവസരങ്ങൾ നമ്മൾ പലപ്പോഴും ഞാനൊക്കെ കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ജഗതി ചേട്ടനെ പോലെയൊക്കെയുള്ള നടന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഈ കോടാമ്പക്കത്തിലൊക്കെ പോയിട്ട്, അന്ന് സിനിമയുടെ ഒരു ആസ്ഥാനം തന്നെ അവിടെയാണല്ലോ മദ്രാസിൽ, പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് പട്ടിണി കിടന്ന് ഓരോ സംവിധായകരെ വീടുകളിൽ പോയി കണ്ട് അവരുടെ അവിടെ നിന്ന് നാട്ടിയിറക്കപ്പെട്ട് അങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടും പിടിച്ചു നിന്ന് ഇതിനു വേണ്ടിയിട്ട് വളരെ ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടാണ് പലരും സിനിമയിൽ ആദ്യമൊക്കെ അവർക്ക് അവസരങ്ങളൊക്കെ ലഭിച്ചത്. അത്രയും കഷ്ടപ്പാട് ആ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഞാനൊക്കെ വരുമ്പോൾ ഈ ടെലിവിഷനൊക്കെ വന്നതിന് ശേഷം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പിന്നെ ടെലിവിഷനിലൂടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറി. ലംബോ എന്ന് പറയുന്ന ഒരു ടെലിഫിലിം, ഒരു ന്യൂ ഇയറിൻ്റെ തലവരെ മാറ്റിമറിച്ച. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുകയും സിനിമാക്കാർ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് അവസരങ്ങൾ എനിക്ക് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതിന് നമ്മൾ വലിയ വിലയൊന്നും അങ്ങോട്ട് കൊടുക്കില്ലല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പോഴും പല സിനിമകളിലും പ്രധാനപ്പെട്ട പിന്നെ സൂപ്പർ താരങ്ങളായ പലരുടെയും കൂടെയുള്ള സിനിമകളിൽ ഒരു ഉപനായകനൊപ്പം അല്ലെങ്കിൽ നായകന് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന കഥാപാത്രം, ആ ഒരു രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതേ രീതിയിൽ തന്നെ പലരും നായക വേഷത്തിലേക്ക് ഒരു ഷിഫ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു മലയാള സിനിമയിൽ. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ പ്രേംകുമാർ എന്ന് പറഞ്ഞ ഒരു പുതിയ നായകൻ കൂടെ വരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുമോ? അങ്ങനെ മാറ്റി അല്ല, അങ്ങനെ എന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. മാറ്റി നിർത്തി എന്നെ ഈ ഉൾപ്പെടുത്തിയത് തന്നെ എനിക്കൊരു വലിയ അത്ഭുതമാണ്. അപ്പോൾ പിന്നെ ഞാൻ പലരും ചോദിക്കാറുണ്ട്, ഈ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്നൊരു പരിഭവമോ പരാതിയൊക്കെ. ഞാൻ പറയും ഒരിക്കലും ഇല്ല, എനിക്ക് അർഹിക്കുന്നതിന് അപ്പുറമാണ് ദൈവം തന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ കഴക്കൂട്ടത്തുനിന്ന് സിനിമ പോലും സ്വപ്നം കാണാൻ ഒരു ഇതുമില്ലാത്ത അത്ര അകലെയുള്ളൊരു മേഖലയിൽ ഞാൻ എത്തിപ്പെടുന്നു. അവിടെ പിന്നീട് കുറേ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാടകത്തിലൊക്കെ എത്രയോ മഹാനടന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെക്കാളൊക്കെ എത്രയോ മിടുക്കന്മാരും കഴിവുള്ളവരും സൗന്ദര്യമുള്ളവരും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആകാരസൗഷ്ഠവും ഒക്കെയുള്ള വളരെ പ്രതിഭാശാലികളായ എത്രയോ നടന്മാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും കിട്ടാത്തൊരു വലിയ അവസരമാണ് എനിക്ക് ഇത്രയും സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പറ്റി. എന്നെപ്പോലുള്ള ഇങ്ങനെ ഒരു പരിമിതിയൊക്കെ ഉള്ള ഞാനങ്ങനെ എന്നെക്കുറിച്ച് പറയും, ഞാനൊരു എന്താണ് ഒരു വലിയ നായക സങ്കല്പത്തിനൊന്നും പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെക്കുറിച്ചൊരു വിലയിരുത്തലൊന്നുമില്ല. അപ്പോൾ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും അവസരങ്ങൾ കിട്ടിയപ്പോൾ അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാര്യം അർഹിക്കുന്നതിലും അപ്പുറമാണ് എനിക്ക് ദൈവം തന്നതെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പരാതിയോ പരിഭവമില്ല. അപ്പോൾ എന്നെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാരാ? അപ്പം അതിന് ഞാൻ നന്ദി പറയണം. അപ്പോൾ മാറ്റി നിർത്തിയെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ എൻ്റെയും കുറേ ഞാൻ ഭയങ്കര മടിയനാണ് ബേസിക്കലി. എനിക്കിങ്ങനെ ഒരു അലസമായി ഉള്ളൊരു രാവിലെ തോന്നുമ്പോൾ ഉണരുക, തോന്നുമ്പോൾ എണീക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം പിന്നെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ വീട്ടിൽ മോളൊക്കെ ഉള്ളപ്പോൾ മോളെയൊക്കെ ഇങ്ങനെ എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് മോള് ആവുന്നത്. അപ്പോൾ അവളെയൊക്കെ കളിപ്പിച്ചിരിക്കുക, അവളെ സ്കൂളിൽ കൊണ്ടുവിടുക, വീട്ടിൽ വൈഫായിട്ട് പുറത്ത് പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ എനിക്ക് അതൊക്കെയാണ് ഞാനിപ്പോൾ അഭിരമിക്കുന്നതെന്ന് തന്നെ പറയാം. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊരു 1-2 മാവൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ പൂക്കുന്ന കാലത്ത് അതിൽ ഇങ്ങനെ ചെറിയ കിളികൾ വണ്ണാനൊക്കെ വരും. ഇതൊക്കെ രസിച്ച് ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ. എനിക്കൊരു സമ്മർദ്ദങ്ങളും ടെൻഷനും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതിനിടയ്ക്കിടയ്ക്ക് ചില സിനിമകൾ വരുമ്പോൾ ഇപ്പോൾ സാമ്പത്തികമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്നല്ലാതെ അതൊരു വലിയ ഒരു ഡെഡിക്കേഷനോടുകൂടി ഇപ്പോൾ ചെയ്യുന്ന വർക്കിൽ ആ സമയത്ത് നമുക്കൊരു ഇതുണ്ടാവും. പക്ഷേ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തുകയോ അതിന് വേണ്ടിയിട്ടിങ്ങനെ അങ്ങനെയൊന്നും എൻ്റെ ഒരു ജീവിതത്തിലില്ല. മലയാള സിനിമ അതൊരു മാറ്റത്തിലൂടെ കടന്നുപോയി. അപ്പം ഈ ഒരുപാട് പേര് ഈ പുതിയ ഒരു മാറ്റവുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാഞ്ഞിട്ടൊക്കെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇടക്കാലത്ത്. ആ സമകാലികരായിട്ടുള്ള പലരെയും കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ പലരും തിരിച്ച് സിനിമയിലേക്ക് തന്നെ വന്നു. അവർക്ക് സ്വയം ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അവരവരുടെ ആറ്റിറ്റ്യൂഡിലും അപ്പിയറൻസിലും ഒക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ പ്രേക്ഷകർക്കായിട്ട്
വേറെ രീതിയിൽ ജെല്ല് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് അങ്ങനെ ആ രീതിയിലേക്ക് മലയാള സിനിമയ്ക്ക് വേണ്ടി സ്വയം ഒരു ഇപ്പോൾ പറഞ്ഞു വലിയ ഇതിലല്ല നടക്കുന്നത് സിനിമയെ കുറിച്ചിട്ട്, എങ്കിലും അങ്ങനെ ഒരു മാറ്റത്തിൽ കൂടെ ഒരു പരീക്ഷണം കൂടെ നടത്തി നോക്കണം. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഞാനൊരു ബോധപൂർവമായി ഒരു തീരുമാനമെടുത്തിട്ട് നാളെ മുതൽ ഇങ്ങനെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞൊരു അതൊന്നും എനിക്കില്ല. എന്നെ തേടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ എൻ്റെ ആദ്യ സിനിമ തന്നെ സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന സിനിമയാണ്. അത് PA ബക്കർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഒരു വലിയ സംവിധായകരിൽ ഒരാളാണ്. അദ്ദേഹം ചെയ്ത പടമാണ്. അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം ആസ്പദമാക്കിയുള്ള സിനിമ. അതിനകത്ത് സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം അതായിരുന്നു ഞാൻ ചെയ്തത്. അതാണ് എൻ്റെ ആദ്യ സിനിമ. അത് റിലീസായില്ല. അപ്പോൾ അന്ന് വളരെ എന്താണ് നമ്മളൊരു അപ്പിയറൻസിലൊക്കെ വളരെ മാറ്റം വരുത്തി, വളരെ ഇതിന് വേണ്ടിയിട്ട് വളരെ സ്റ്റഡി ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ചെയ്തൊരു പടമായിരുന്നു. ഒരുപാട് അന്ന് സഖാവ് ഒരു ഭാവനയിൽ ഉണ്ടായ ഒരു കഥാപാത്രമല്ലല്ലോ, ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ പോയി നേരിൽ കാണുകയും അദ്ദേഹത്തെക്കുറിച്ച് സഖാവിനെക്കുറിച്ച് സംസാരിക്കുകയും അറിയുകയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംസാര രീതിയും നടപ്പും നിൽപ്പും നോട്ടവും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ അറിയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ സ്റ്റഡി ചെയ്തൊരു കഥാപാത്രമായിരുന്നു അത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അന്ന് പുറത്തിറങ്ങില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷേ പിൽക്കാലത്ത് എന്നെ തേടി വന്ന സിനിമകളൊക്കെ ഏതാണ്ട് ഒരേ പാറ്റേണിലൊക്കെ ഉള്ള കുറേ സിനിമകളാണ്, തമാശകളും ഒക്കെ ആയിട്ടുള്ള സിനിമ. അത് കുറേ കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. അങ്ങനെയാണ് കുറച്ചൊക്കെ നമ്മളൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ മാറിയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചൊരു അത് അങ്ങനെയുള്ളത് അധികം ചെയ്യാതെ വന്നു. അത് എൻ്റെ കൂടിയൊരു പ്രശ്നം തന്നെയാണ്. കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് തോന്നിയിട്ടില്ല? എനിക്ക് തോന്നിയപ്പോഴും ഈ 90കളിലെ ആ കഥാപാത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പോലും ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പല കഥാപാത്രങ്ങളും ചില സിനിമകൾ ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നത്തെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ, അനിയൻ ബാവ, ചേട്ടൻ ബാവ, അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഇപ്പോഴും. പക്ഷെ സ്വയം അത് കുറച്ച് കൂടുതലായിട്ട് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് സ്വയം തോന്നുന്നു? അങ്ങനെയൊന്നും തോന്നുന്നില്ല. എനിക്ക് ഹാസ്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഹാസ്യം മാത്രമല്ല, എല്ലാ വേഷങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ഹാസ്യം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു തമാശ പറയുമെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഒരാളല്ല. പക്ഷേ അഭിനയിക്കാൻ നല്ല റൈറ്റേഴ്സ് അവരെഴുത്തരുന്ന സംഭാഷണങ്ങൾ, അവരുടെ സിറ്റുവേഷൻസ് അതൊക്കെ വന്നാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റും. അതൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഹാസ്യം മാത്രമല്ല, ഏത് കഥാപാത്രം എനിക്ക് തന്നാലും പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. അത് ഇനിയും അങ്ങനെയുള്ള ചില വെറൈറ്റി റോളൊക്കെ വന്നാൽ ചെയ്യാം. അതായത് നമ്മുടെ പല ഹാസ്യ താരങ്ങളും ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെയൊക്കെ കടന്നുപോയ ഇതൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. കാര്യം അവർക്കൊക്കെ ഇത്രയും റേഞ്ചുള്ള ആക്ടേഴ്സ് ആണല്ലോ എന്നുള്ളത് നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ തമാശ ചെയ്യുന്നവർ ഒരു ഏത് റോളും ചെയ്യാൻ പറ്റുന്ന അത്രയും ടാലൻ്റ് ആയിരിക്കും. വളരെ ഒരു ബ്രില്യൻസ് ആവശ്യമുള്ളതാണ് ഈ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ. ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ നടന്മാരിലൊരാളാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ നടന്മാർ. ഇപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മുമ്പ് ഓസ്കാർ കിട്ടിയൊരു ഫിലിമുണ്ട്. അതിനകത്ത് റോബർട്ടോ ബിനിഞ്ഞിയോ, അദ്ദേഹം ബെസ്റ്റ് ആക്ടർ അവാർഡ്, ഓസ്കാർ അവാർഡ് കിട്ടിയാണ്. അത് അതിനകത്തൊരു ഹ്യൂമർ ക്യാരക്ടറാണ് ചെയ്തത്. ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെടുന്ന ഒരു അച്ഛൻ ഈ കുഞ്ഞിനെ പിന്നെ എന്താണ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശകളൊക്കെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രം. പക്ഷേ വലിയ കൊടിയ യാതനയും പീഡനമൊക്കെ അവിടെ അനുഭവിക്കുകയും അതിൻ്റെ എല്ലാ ഇതും കാണിക്കുകയും ഇമോഷൻസും കാണിക്കുകയും ഒപ്പം അതൊരു തമാശയിലൂടെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ നടന്മാർ ഈ ഹാസ്യം ചെയ്തിട്ടൊക്കെ ഓസ്കാർ നേടിയിട്ടുണ്ട്, ഓസ്കാർ അവാർഡ് ഏറ്റവും മികച്ച നടനുള്ള. അപ്പോൾ അത് ഹാസ്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പം അഭിമുഖത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു പെട്ടെന്നൊരു തമാശ പറയരുത് എന്ന് പറഞ്ഞു. അതായത് പൊതുവെ ഹാസ്യ താരങ്ങളായിട്ട് വരുന്നവർ ജീവിതത്തിൽ അല്പം ഗൗരവക്കാരായിരിക്കും എന്നൊരു ഒരു പൊതുബോധമൊക്കെ ഉണ്ടല്ലോ, അത് ശരിയല്ല? ഞാനങ്ങനെ ഗൗരവക്കാരൊന്നുമല്ല, പക്ഷേ ജീവിതത്തിൽ നർമ്മം നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നർമ്മം കണ്ടെത്താൻ ശ്രമിക്കുകയും അത് നന്നായിട്ട് ആസ്വദിക്കുകയും അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരു നർമ്മം സ്വയം സൃഷ്ടിച്ച് പറയാനൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അത്രയേ ഉള്ളൂ. മലയാള സിനിമയിൽ ഇപ്പം പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു നടനെ അതിപ്പോഴും ഓർക്കുന്ന രീതിയിൽ നിർത്തിയിട്ടുള്ള ഘടകങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സംഭാഷണങ്ങൾ പറയുന്നതിൽ ഒരു പ്രത്യേക രീതി, എനിക്ക് തോന്നുന്നു ഇങ്ങനെ എടുത്ത് പറയുന്ന ഒരു രീതി, പിന്നെ മുഖചലനങ്ങൾ, വ്യക്തമായിട്ടുള്ള മുഖചലനങ്ങൾ, അതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെയായിരുന്നു. അല്ല, എനിക്ക് കിട്ടിയ അങ്ങനത്തെ കുറേ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അത് അവർക്കാണ് അവരെയാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അവർക്കാണ് കൊടുക്കുന്നത്. കാര്യം ഇപ്പോൾ ഈ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്നൊക്കെ പറയുന്ന സിനിമ റാഫി മക്കാട്ടിൻ്റെ, അനിയൻ ബാബയെ അവരുടെയാണ്. ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞ സിനിമ അവരുടെയാണ്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് അവരുടെ പേരുകൾ പറഞ്ഞതേ ഉള്ളൂ.
ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഒരു തിരക്കഥയുടെയും അവരുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പിൻബലത്തിലാണ് പലതും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് നമ്മുടേതായ രീതിയിൽ അത് പിന്നെ പ്രാക്ടീസ് നമ്മുടെ ഒരു മാനറിസം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സംഭാഷണ ശൈലി, ഞാൻ ഈ മലയാള ഭാഷയെ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ഭാഷയോടൊരു പ്രണയം തന്നെയുള്ള ഒരാളാണ് ഞാൻ. അതിന് കാരണമുണ്ട്. അത് ഞാൻ പിന്നെ സെൻറ്റ് ജോസഫ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മധുസൂദനൻ നായർ സാറായിരുന്നു ഞങ്ങളുടെ അധ്യാപകൻ. മലയാളത്തിൻ്റെ പ്രൊഫസർ അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ടുള്ളൊരു നിരന്തരമായൊരു ബന്ധം. അന്ന് കുറേ വായനാശീലം ഉണ്ടായിരുന്നു, കുറേ കവിതകൾ വായിക്കും. അപ്പോൾ അങ്ങനെ ഭാഷ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഷയുടെ ഉച്ചാരണത്തിലൊക്കെ ഞാൻ കുറച്ചൊരു ഉള്ളൊരു കാര്യം പറയുമ്പോൾ അത് ഈ കേൾക്കുന്ന ആളിന് കൃത്യമായിട്ട് അയാളുടെ മനസ്സിൽ പതിയണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് എൻ്റെ മിക്കവാറും. അത് എൻ്റെ ഒരു സാധാരണ ഒരു സംഭാഷണത്തിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ വളരെ എന്താണ് ഒരു നന്നായിട്ട് അത് മറ്റൊരാളുടെ മനസ്സിൽ പതിയത്തക്ക രീതിയിൽ സംസാരിക്കും. അപ്പോൾ അതൊരു ഒരു ഉച്ചാരണത്തിലൊക്കെ അതിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു അഭിനയത്തിൽ പിൽക്കാലത്ത് വരുമ്പോഴും ചില ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതിനകത്തും അത് കേൾക്കുന്ന ആളിന് അത് കൃത്യമായിട്ട് മനസ്സിലാകണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് പലതും അങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല ഭാഷ പറയണമെങ്കിൽ അത് പഠിപ്പിച്ച അധ്യാപകരുടെ ഒരു സ്വാധീനം കൂടി ഉണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞു ഈ ദൈവത്തിൻ്റെ അവകാശികൾ, അതിനകത്തും അധ്യാപകരെ കുറിച്ച് പലതവണ പറഞ്ഞിരിക്കുന്നു. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും കോളേജിലാണെങ്കിലും ആ ഒരു വല്ലാത്ത ഒരു അടുപ്പം അധ്യാപകരുമായിട്ട് കാത്തു. ദൈവത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. അതിനകത്ത് മധുസൂദനൻ നായർ സാറാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. അത് കുറേ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന കുറേ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള, ഇപ്പോൾ കർഷക സമരം ഉൾപ്പെടെ, ഇന്ധനവില വർധന ഉൾപ്പെടെ, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള എൻ്റെ മുല്ലപ്പെരിയാർ വിഷയം, പിന്നെ അധ്യാപകരെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒക്കെയുള്ള പല 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 വിഷയങ്ങൾ. അതിനകത്ത് എൻ്റെ ചിന്തകൾ, എൻ്റെ നിരീക്ഷണങ്ങൾ, എൻ്റെ ചില നിലപാടുകൾ, എൻ്റെ അഭിപ്രായങ്ങൾ അതൊക്കെ രേഖപ്പെടുത്തിയ കുറേ ലേഖനങ്ങൾ പത്രമാധ്യമങ്ങളിൽ എഡിറ്റോറിയൽ പേജിലൊക്കെ വന്ന ലേഖനങ്ങൾ DC ബുക്സ് ഒരു 22ഓളം ലേഖനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിനെ ഒരു സമാഹാരമാക്കിയിട്ട് ഇറക്കിയതാണ്. അത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ചേർന്നിട്ടാണ് അതിൻ്റെ ഒരു പ്രകാശന കർമ്മമൊക്കെ ആദ്യം നിർവഹിച്ചത്. അതിപ്പോൾ ഒരു 5ാമത്തെ പതിപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ പുസ്തകത്തിലുള്ള ഒരു ഇതിനകത്താണ് അധ്യാപകരെക്കുറിച്ചുള്ള ഒരു വെളിച്ചമായി വന്നവർ എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. അതിനകത്ത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാവരും കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് എല്ലാ അധ്യാപകരും അതിനകത്ത് പിന്നെ എന്നെ ആദ്യം അക്ഷരം പഠിപ്പിക്കുന്ന വള്ളിയമ്മ ടീച്ചർ മുതൽ പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പിൽക്കാലത്ത് ചെല്ലുമ്പോൾ മഹാനായ G. ശങ്കരപ്പിള്ള സാറ്, പിന്നെ ഈ മധുസൂദനൻ സാറ് തുടങ്ങി കിളിമാനൂർ രമാനന്ദൻ സാർ എന്നെ ഡിഗ്രിക്ക് ചെമ്പഴന്തി കോളേജിൽ പഠിപ്പിച്ചിരുന്ന മലയാള അധ്യാപകൻ, അദ്ദേഹം കവിയാണ്. ഇങ്ങനെയുള്ള കുറേ ഗുരുനാഥന്മാരെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വയലാവാസവമുള്ള സാറ്, ഒരുപാട് പേരുണ്ട്. KP നാരായണ പിഷാരടി സാറ്, അവരെക്കുറിച്ചൊക്കെയുള്ള കുറേ ഓർമ്മകളും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇതാണ് അത്. അങ്ങനെയുള്ള കുറേ മഹാഗുരുനാഥന്മാരുടെ അവരുടെ പിന്നെന്താണ് ഈ മുഖത്ത് നിന്ന് ഇതൊക്കെ കേൾക്കാൻ, കുറേ കാര്യങ്ങൾ അവരുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ പഠിക്കാനൊക്കെ പറ്റിയതിൻ്റെ ഒരു വലിയ സൗഭാഗ്യം. അതാണ് എൻ്റെ ജീവിതത്തിലൊരു വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത്. സമകാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ് അതിൽ പലതും. അതായത് എല്ലാ ദിവസവും കാണുന്ന വിഷയങ്ങളെ അത് ചിന്തിക്കുക, അതിൻ്റെ ഒരു വാർത്താപരമായിട്ടുള്ള ഒരു ആംഗിളിൽ കൂടെ ചിന്തിക്കുക. പുരോഗമനപരമായ വിഷയങ്ങളെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരാൾ തന്നെ ദൈവത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമില്ലേ എന്നൊരു തോന്നുന്ന ഒരു സാമാന്യ ഒരു പൊതുബോധമുണ്ട്. ദൈവവിശ്വാസിയാണ് പക്ഷെ മതവിശ്വാസിയല്ല എന്ന് പറഞ്ഞു. ആ ഒരു തലത്തിലേക്കുള്ള ലേഖനങ്ങൾ വരാനുള്ള കാരണം, ഞാൻ ദൈവവിശ്വാസിയാണ് പക്ഷേ മതവിശ്വാസിയല്ല. അതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എൻ്റെ ഒരു കൺസെപ്റ്റും ഈ പുരോഗമന ആശയങ്ങളും ഈ ഒരു ദൈവവിശ്വാസവും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം സ്നേഹമാണ് എന്നതിലാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നമ്മുടെ എല്ലാ മതങ്ങളും ഉപനിഷത്തുകളും എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, ഇപ്പോൾ കമ്മ്യൂണിസമായിക്കോട്ടെ മാർക്സിസമായിക്കോട്ടെ, എല്ലാം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാം പ്രസംഗിക്കുന്നതും പറയുന്നതും സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഇതെല്ലാം എനിക്ക് ഒരു വൈരുദ്ധ്യമില്ലാതെ എനിക്ക് കാണാൻ പറ്റും. കാര്യം ഇതെല്ലാം മനുഷ്യ സ്നേഹമാണ്. മനുഷ്യൻ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ഒരു സ്നേഹമില്ലാതെ മറ്റൊന്നിനും നമുക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിനും ഇവിടെ നിലനിൽപ്പില്ല. അപ്പോൾ സ്നേഹം തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് തന്നെയാണ് കുമാരനാശൻ പിന്നെ പാടിയത്, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞത്. ഞാൻ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറയാറുള്ളൂ. എൻ്റെ ഒരു മതവും എൻ്റെ ദൈവവും എന്നൊക്കെ പറയുന്നത് സ്നേഹം ആണ്. ഗോഡ് ഈസ് ലവ്.
സമകാലികമായ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സിനിമയും സീരിയലും ആ വിഷയങ്ങളെല്ലാം പലപ്പോഴായിട്ട് ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നു പോയി. സീരിയൽ സെൻസറിങ് വേണമെന്ന് ഇടയ്ക്ക് പറഞ്ഞതൊക്കെ ഒരു ചെറിയ ഒരു വിവാദവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല, സീരിയലിന് സെൻസറിങ് എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാര്യം ഇപ്പോൾ നമ്മുടെ ഒരു സീരിയലിൻ്റെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഒരുപാട് പേരുടെ ഒരു തൊഴിൽ മേഖലയാണ്. ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. സീരിയലുകൾക്ക് ഒരു ഗുണപരമായ ഒരു മാറ്റം വേണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നില്ല. ചില സീരിയലുകൾ, ചിലത്, അത് അടിവരയിട്ട് ഇങ്ങനെ പറയണം, അത് നമ്മുടെ എന്താണ് ഭാഷയ്ക്ക്, സംസ്കാരത്തിന്, നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വളരെ വിഘാതം സൃഷ്ടിക്കുന്ന കുറേ സീരിയലുകളുണ്ട്. അങ്ങനെ അത്തരം സീരിയലുകളെക്കുറിച്ചാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞത്. അതിനെ നമ്മൾ എന്താണ് ഈ കുടുംബ സദസ്സുകൾക്ക്, പ്രത്യേകിച്ച് ഇത് കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടു വളരുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് ചില സീരിയലുകളെക്കുറിച്ച് എൻഡോസൾഫാനെ പോലെ നമ്മുടെ ചില സീരിയലുകൾ അപകടകരമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് എല്ലാ സീരിയലുകളെക്കുറിച്ചൊന്നുമല്ല. ഇപ്പോൾ നല്ല സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുന്ന, നന്മയുടെ ഒരു സുഗന്ധം പ്രസരിപ്പിക്കുന്ന എത്രയോ നല്ല സീരിയലുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല. ചിലത് അപകടകരമാം വിധം നമുക്ക് സമൂഹത്തിൽ അപജയമുണ്ടാക്കുന്നു, സാംസ്കാരിക മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ഓടുന്ന കാലത്തിനനുസരിച്ച് സിനിമ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ 30 വർഷത്തോളമായിട്ട് ഇപ്പം ആ ഇൻഡസ്ട്രിയിൽ കൂടെ വന്ന ഒരാളാണ്. ഈ 30 വർഷം വെച്ചിട്ട് സീരിയലിന് എന്ത് കാതലായിട്ട് മാറ്റം ഉണ്ടായി? അല്ല, സീരിയലിൻ്റെയും ഒരു സാങ്കേതികപരമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ മുമ്പ് അഭിനയിച്ചുകൊണ്ടിരുന്ന 13 എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്ന കുറേ സീരിയലുണ്ടായിരുന്നു ദൂരദർശൻ്റെ. അന്നത്തെ ഒരു സാങ്കേതിക ഒരു ഇതല്ല ഇന്നത്തെ ഒരു സാങ്കേതിക മികവ്. വളരെ ഇപ്പോൾ സിനിമയെപ്പോലെയൊക്കെ നമുക്ക് സിനിമയോട് കിടപിടിക്കുന്ന രീതിയിൽ സീരിയലുകളുടെയും ഒരു സാങ്കേതിക മികവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ പ്രമേയപരത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ അഭിപ്രായ ഭിന്നത എനിക്കുള്ളത്, വിയോജിപ്പുള്ളത് പ്രമേയത്തിൻ്റെ കാര്യത്തിലാണ്. സീരിയലുകളിലൊക്കെ നല്ല മികച്ച എത്രയോ നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്. പക്ഷേ അവരുടെ പ്രമേയങ്ങൾ, ആ പ്രമേയം, അതിന് കാരണങ്ങളുമുണ്ട്. അത് ഈ ചാനലുകളുടെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്ത് ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്. പലതും ഈ റേറ്റിംഗ് എന്നൊക്കെ പറയുന്ന റേറ്റിങ്ങിൻ്റെ തന്നെ എനിക്കതിൻ്റെ ഒരു സുതാര്യതയെക്കുറിച്ചൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടൊക്കെ ചാനലുകളുടെ ചില ഇടപെടലുകൾ കൊണ്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ള സംവിധായകർക്ക്, തിരക്കഥാകൃത്തുക്കൾക്കൊക്കെ അവരുടെ ഒരു യഥാർത്ഥ ഒരു ഇത് കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ പല വിട്ടുവീഴ്ചകൾക്കുമൊക്കെ തയ്യാറാകേണ്ടി വരുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അപജയം പലപ്പോഴും ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ചാനലുകളിൽ നടക്കുന്നത്, ഇപ്പം പ്രത്യേകിച്ച് സീരിയലുകൾ നടക്കുന്നത് കാവ്യവൽക്കരണമാണെന്നും ഈ സവർണ ബിംബങ്ങളൊക്കെയാണെന്നൊക്കെ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരാൾ, ഇപ്പം നടി ഗായത്രി വർഷ പറഞ്ഞിരുന്നു. അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, സീരിയലുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതൊരു ഇൻഡസ്ട്രിയാണ്. ഒരു സീരിയൽ വെറും ഒരു കലാമൂല്യം മാത്രമായിട്ടല്ലല്ലോ. അത് ഞാൻ പറഞ്ഞതുപോലെ കുറേ പേരുടെ ഒരു ജീവിതമാണ്, ഉപജീവന മാർഗമാണ്. അപ്പോൾ സീരിയലുകൾ പ്രേക്ഷകർക്ക് നൽകുമ്പോൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതെന്തോ അത് നൽകുകയാണ് അത് ചെയ്യുന്നവർ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ, സ്ക്രിപ്റ്റുകൾ ഉണ്ടാകുന്നു. അതിനകത്തിപ്പോൾ ഒരു ബോധപൂർവം എന്തെങ്കിലും ഇങ്ങനെ കുത്തിച്ചെലുത്തുന്നതായിട്ടൊന്നും എനിക്കങ്ങനെ അഭിപ്രായമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അങ്ങനെയൊന്നും ചെയ്യാതെ, അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അതിനകത്തൊന്നും നമുക്കൊരിക്കലും അത് ഇങ്ങനെ ഒരു കഥാപാത്രം അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ഓരോ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുമ്പോൾ എഴുത്തുകാരന് അതൊക്കെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവന് ഇപ്പോൾ നാളെ ഇതല്ലാതെ വേറൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കും. അപ്പോൾ ഒരു കഥയ്ക്ക് ആവശ്യമായ, അതിൻ്റെ ഒരു പ്ലോട്ടിന്, ആ പ്രമേയത്തിന് ആവശ്യമായ കഥാപാത്രങ്ങളൊക്കെ രൂപപ്പെടുത്തി വരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പല മതവിശ്വാസികളും പല രാഷ്ട്രീയ വിശ്വാസികളും പലതുമൊക്കെ അതിനകത്തുണ്ടാകാം. അതിനകത്ത് അത് അവരുടെ ഒരു വിവേചന ബുദ്ധിയിൽ വരേണ്ടതാണ് ഈ എഴുത്തുകാരുടെ. ഒരു ലോബി നിന്നുകൊണ്ട് ചില ബിംബങ്ങൾ ഒഴിവാക്കാം, ചില ബിംബങ്ങൾ ഉൾപ്പെടുത്താം, ഈ രീതിയിലുള്ള ചില എലിമെന്റ്സ് ഇതിൻ്റെ അകത്ത് കൂടെ പോകാം, അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് സീരിയൽ ഇൻഡസ്ട്രി. എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു നിരീക്ഷണം എനിക്കില്ല. ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മളിതെല്ലാം മനുഷ്യരായിട്ടാണ്. ഈ ഒരു സീരിയലിൽ കൂടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കഥയായിരിക്കും, ജീവിതത്തിൻ്റെ കഥയാണ്. പക്ഷേ അത് പലപ്പോഴും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് എൻ്റെ ഒരു പരാതി. ജീവിതത്തിൻ്റെ യാതൊരു സ്വാഭാവികതയും ഇല്ലാതെ ചില കെട്ടുകാഴ്ചകളായിട്ട് നമുക്ക് ജീവിതത്തിൽ എങ്ങനെയൊന്നും എവിടെയെങ്കിലും ഒരു മാതൃകകൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ ആകാം എന്നൊക്കെ നമുക്ക് പ്രേക്ഷകർ തോന്നുന്ന ഇതങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല പല കഥകളും വരുന്നത്. അപ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് കെട്ടുകാഴ്ചകൾ പോലെ തോന്നുന്ന ചില സീരിയലുകൾ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
സമകാലിക വിഷയങ്ങൾ ഇപ്പം എഴുതുന്ന ഒരാൾ കൂടിയാണ്, പറയുന്ന ഒരാൾ കൂടിയാണ്, കുറച്ചുകൂടെ തുറന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. സമകാലിക വിഷയങ്ങളിൽ പക്ഷേ മറ്റ് മേഖലകളിൽ നിന്നെല്ലാം താരതമ്യപ്പെടുത്തുമ്പോൾ അത്തരം പ്രതികരണങ്ങൾ ഏറ്റവും കുറവുണ്ടാകുന്ന ഒരു മേഖലയാണ് സിനിമ. സിനിമാ പ്രവർത്തകർ പലപ്പോഴും സേഫ് സോണിലിരുന്ന് പ്രതികരിച്ചാൽ മതി എന്നുള്ളൊരു ആരോപണം പണ്ട് തൊട്ടേ ഉണ്ട്. അത് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോൾ കൂടുതലായിട്ട് പറയും. അത് മലയാള സിനിമയ്ക്ക് മാത്രമാണോ അങ്ങനെ ഒരു? അല്ല, അത് എല്ലായിടത്തും അങ്ങനെയാണ്. കാര്യം കലാകാരന് അവൻ്റെ ഒരു നിലനിൽപ്പ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവൻ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും ഒരു പ്രീതി തനിക്ക് കിട്ടണം എന്ന്, അതൊരു സ്വാർത്ഥതയായിട്ടൊന്നും നമുക്ക് പറയാനാകില്ല. അതൊരു കലാകാരൻ്റെ ഒരു അവകാശം കൂടിയാണ്. എല്ലാ പ്രേക്ഷകരും തന്നെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. അപ്പോൾ തൻ്റെ ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടോ ഒരു കാഴ്ചപ്പാടോ പരസ്യമായിട്ട് പറയുന്ന ഒരാൾക്ക് ബാക്കിയുള്ളവരുടെ കുറച്ച് ശത്രുത ഉണ്ടാവും. അപ്പോൾ അതിനെ ഭയക്കുന്ന ചിലർക്ക് ചില അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാനൊക്കെ ഉള്ളൊരു വൈമനസ്യം ഉണ്ടാകും. അതെല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ഇതാണ്. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില പ്രിയ സത്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാതിരിക്കാനൊക്കെ ശ്രമിക്കും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ എഴുത്തിലോ അല്ലെങ്കിൽ പ്രതികരണത്തിലോ ഒക്കെ വന്നത് ചില കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് നമ്മൾ വിചാരിക്കുകയും പിന്നെ വേണ്ട, പറയണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയും പിന്നെ അത് പറയാതെ വയ്യ, പറഞ്ഞേ പറ്റൂ എന്നൊക്കെ വരുന്ന ഒരു വലിയൊരു അവസ്ഥ വരുമ്പോഴാണ് ചിലത് എഴുതുകയോ പറയുകയോ ഒക്കെ ഞാനൊക്കെ ചെയ്യാറുള്ളത്. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും നിരന്തരം അഭിപ്രായം പറയുകയും അതിനകത്ത് ഇടപെടുകയും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ പല സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെ സജീവമായി തന്നെ ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. അത് മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ ഉള്ള എൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ സിനിമാ നടനായതുകൊണ്ട് അങ്ങനെ ഒരു പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പ്രധാനപ്പെട്ട പല താരങ്ങൾ എടുക്കുന്ന നിലപാടൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമ പോലും വളരെ സമകാലികമായ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടല്ല പുതിയ സിനിമകൾ ഇറങ്ങുന്നത്. അത്തരം പ്രമേയങ്ങളുണ്ട്. അത്തരം പ്രമേയങ്ങൾ നമ്മൾ കാണണമെങ്കിൽ മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോകണം. പക്ഷേ തമിഴ് ഒക്കെ സ്വീകരിക്കുന്ന പ്രമേയങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ രീതിയിലുള്ള വളരെ ചിലപ്പോൾ തൊട്ടാ പൊള്ളും എന്ന് തോന്നുന്ന പ്രമേയങ്ങൾ മറ്റ് അന്യഭാഷാ ചിത്രങ്ങൾ എടുക്കുമ്പോൾ വളരെ സേഫ് സോണിലിരുന്ന ഒരു കഥ പറഞ്ഞ് അങ്ങ് പോയാൽ മതി എന്ന് മലയാള സിനിമ വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ചില ആൾക്കാർക്ക് ചില സേഫ് സോണിലിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു 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 കാപട്യം കൂടി ആ കാര്യത്തിലുണ്ട്. മലയാളികളുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മൾ പല കാര്യത്തിലും നമ്മളൊരു ഒരു ഹിപ്പോക്രസി നമുക്കുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു യഥാർത്ഥ കേരളീയൻ ആയിട്ട് ജീവിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ പുറം നാടുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ കേരളീയനാണ്, കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വികാരം കൊള്ളുന്നതൊക്കെ അവിടെ. ഇവിടെ പക്ഷേ നമ്മൾ ഒരുപാട് വിഭാഗീയമായ ചിന്താഗതികളിലും പല പല കളങ്ങളിൽ ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഇങ്ങനെ പല പല കളങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ചേരി തിരിഞ്ഞ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കലാസൃഷ്ടികളിലുമൊക്കെ നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുകളോ നിലപാടുകളോ ഒന്നും പറയുന്ന അത്തരം ഇത് ഉണ്ടാവുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. അത് കലയിൽ മാത്രമല്ല സാഹിത്യത്തിലും ഒക്കെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷേ ഒരു കൃത്യമായി ഇത് പറയുന്ന മുൻകാലങ്ങളിൽ പക്ഷേ അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അത് നമ്മളങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. അത് മൊത്തത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ രീതികളുടെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയായിട്ട് തന്നെയാണ് ഈ കലയുടെയും. പക്ഷേ അതിൽ ഞാൻ ചോദിക്കുന്ന നല്ല വാർത്താബോധമുള്ള ഒരു ജനതയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ആ രീതിയിലാണ്. എല്ലാ വാർത്തകളെ അങ്ങനെ നോക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ സിനിമയിലോ സാഹിത്യത്തിലോ അതിൻ്റെ പ്രതിഫലനങ്ങളില്ല. അത് മറ്റൊരു തുരുത്തായിട്ട് നിൽക്കുന്നു. അങ്ങനെ തന്നെ തീർച്ചയായിട്ടും അത് പല പല കാരണങ്ങളുണ്ട്. അതിനകത്ത് പല കാരണങ്ങൾ നമുക്കിപ്പോൾ മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ആവിഷ്കരിക്കാൻ പോലും പറ്റില്ല. ഇപ്പം മുമ്പ് പലരും അത് പറയുന്നൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമ MT മുമ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അത്രയേറെ നമ്മുടെ ഒരു സമൂഹത്തിനകത്ത് ഒരു അസഹിഷ്ണുതയും കൂടി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും എഴുത്തുകാരനും കലാകാരനും ഒക്കെ അവൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അവൻ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ അത് ആ രീതിയിലുള്ള ആവിഷ്കാരം തമിഴ് സിനിമയിലുണ്ട്. തമിഴ് സിനിമ ഇവിടെ ഓടുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ കേരളത്തിൻ്റെ ഒരു മലയാളികളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു ഭയപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഇന്നിപ്പോൾ ആധുനിക കാലത്ത് മാറുന്നു എന്നുള്ളൊരു ഇത് ഉണ്ട്. നമുക്ക് പല കാര്യങ്ങളും അതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കലാകാരൻ എന്ത് ആവിഷ്കരിക്കണം, എഴുത്തുകാരൻ എന്ത് എഴുതണം എന്നൊക്കെ ചിലർ തീരുമാനിക്കുന്ന ഒരു വല്ലാത്തൊരു കാലമാണിത്. ഇവിടെ നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് പോലും ചിലർ തീരുമാനിക്കുകയും
നമ്മുടെ ചിന്തകൾ അത് അവർ ചിന്തിക്കുന്ന അവരുടെ ചിന്തകളാകണമെന്ന് പോലും ചിലർ ശഠിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വിലക്കുകളും വിലങ്ങുകളും ഒക്കെ ഉള്ള ഒരു ലോകത്താണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളില്ലേ, എത്രയോ പേർ ഇപ്പോൾ എത്രയോ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ വാദിച്ചിട്ടുള്ള പലരുടെയൊക്കെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കലാകാരൻ്റെ എഴുത്തുകാരൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ ലോകത്ത് നമ്മൾ പലതും ഇന്ന് ഈ പറഞ്ഞത് കണക്ക് ചില കാര്യങ്ങൾ വളരെ ശക്തമായി തീവ്രമായി പ്രേക്ഷകരിലേക്ക് പകരാൻ കഴിവുള്ളവർ പോലും അവർ ചിലപ്പോൾ നിശബ്ദരാവുകയും അവരുടെ ഒരു ആവിഷ്കാരം അവർക്ക് വേണ്ട രീതിയിൽ പ്രതിഫലിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ സേഫ് സോണിൽ നിന്നാൽ മതിയെന്ന് വിചാരിക്കും. ഞാൻ പരിപൂർണമായിട്ട് കുറ്റം പറയല്ല, എങ്കിലും ആ മലയാള സിനിമ ഇൻഡസ്ട്രിയാണ് റിവ്യൂകൾക്കെതിരെ ഒക്കെ പ്രതിഷേധിച്ച് പുറത്തു വരുന്നത്. അത് തന്നെ രണ്ടഭിപ്രായമുണ്ട്. ഈ റിവ്യൂ കൊണ്ട് സിനിമ മോശമാകില്ല എന്നും മോശമാകുന്നു എന്ന് പറയുന്ന രണ്ട് അഭിപ്രായം. അതിനകത്ത് എനിക്ക് പറയാം, റിവ്യൂ കൊണ്ടൊരു പടം വിജയിപ്പിക്കാൻ പറ്റിയാൽ റിവ്യൂ കൊണ്ടൊരു പടം തോൽപ്പിക്കാനും പറ്റും എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരു മോശം സിനിമയെ ഒരു ഗംഭീര പടമാണെന്നൊക്കെയുള്ള കുറേ റിവ്യൂസ് വന്നാൽ അത് ഒരു സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ പറ്റുമോ എന്ന് പറയുന്നത് പോലെ ഒരു നല്ല സിനിമയും അതൊരു മോശം സിനിമയാണ് ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും ശരി, കുറച്ച് പേരൊക്കെ ഒരു പക്ഷേ അതിനകത്ത് ഇതാവുമെങ്കിലും അത് പ്രേക്ഷകൻ കണ്ട് പരസ്പരം പറഞ്ഞും ഈ പരസ്പരം പറഞ്ഞാണ് പലപ്പോഴും പല സിനിമകളും നമുക്ക് ഹിറ്റായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളൊരു സിനിമ നന്നായിട്ട് ആസ്വദിക്കുന്ന നമ്മുടെ അറിയാവുന്ന ഒരാൾ അയാൾ പറയുകയാണ് ആ പടം കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് കാണും എന്ന് പറയുന്ന പോലെ ഇതൊരു റിവ്യൂവിങ് ഒരു ബോധപൂർവം ഇരുന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു പടത്തിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ട് ഓഫ് ദി ഗെയിമായിട്ട് അതൊക്കെ ഇങ്ങനെ നടക്കും. അതൊക്കെ അതിജീവിച്ച് സിനിമ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സിനിമയ്ക്കത് താൽക്കാലികമായ ചില പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കുമെങ്കിലും നല്ല സിനിമ എന്ന് പറയുന്നതിനകത്ത് അത് പ്രേക്ഷകൻ കാണും. അവനത് നല്ല സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനൊരു ഹൃദ്യമായ ഒരു അനുഭവമായി മാറുന്ന അല്ലെങ്കിൽ തീവ്രമായ ഒരു അനുഭവമായി മാറുന്ന സിനിമകളുണ്ട്. അത്തരം സിനിമകളെയൊന്നും നമുക്കൊരു റിവ്യൂവും കൊണ്ടൊന്നും അതിനെയൊന്നും പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പുതിയ ജനറേഷൻ ഇപ്പം IFFK തന്നെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് സിനിമകളെ കാണുന്ന ഒരു ജനറേഷനൊക്കെ ഉള്ള കാലമാണ്. അപ്പം ഇങ്ങനെ കുറേ മുൻവിധികൾ മലയാള സിനിമ ഇപ്പോഴും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുൻവിധികളൊക്കെ എടുത്തുകൊണ്ട് പുതിയ ഓഡിയൻസിനെ സമീപിക്കാതിരിക്കുക എന്നുള്ളത് ആയിരിക്കില്ലേ നല്ലത്? അല്ല, ഞാൻ ഈ മലയാള സിനിമയിൽ മൊത്തത്തിലിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. മലയാള സിനിമ എത്രയോ മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രമേയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായിരുന്നാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ഇന്നിപ്പോൾ ഒരു ലോക നിലവാരത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമകളുണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയുടെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ അങ്ങനെയുള്ള ഒരു വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. ചില സിനിമകൾ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സിനിമകളുമുണ്ട്. ഇപ്പോൾ IFFKയിലൊക്കെ വന്ന ചില വളരെ പ്രതീക്ഷ നൽകുന്ന മലയാള സിനിമകളുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റില്ല. IFFK ഇത്തവണത്തെ ചലച്ചിത്രമേള അതൊരു വിജയമായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം. അത് പറയേണ്ടത് പ്രേക്ഷകരാണ്. നമ്മളിതിൻ്റെ ഒരു സംഘാടന ചുമതലയിൽ നിൽക്കുന്നുണ്ട്. ഇത് ഗംഭീരമായി എന്ന് നമ്മൾ അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല. ഇത് പക്ഷേ കണ്ട പ്രേക്ഷകരുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ നല്ല അഭിപ്രായമാണ്. വളരെ ആവേശകരമായ ഒരു അനുഭവമായിട്ടാണ് പലരും നമ്മളോടത് പ്രതികരിച്ചത്. അത് നമുക്കൊരു വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇത്തവണത്തെ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റത്തിൻ്റെ വളരെ ഒരു വിജയകരമായ ഒരു പ്രയോഗം അതിനകത്തുണ്ട്. നമ്മൾ 25 വർഷമായിട്ട് ചലച്ചിത്ര അക്കാദമി പ്രവർത്തിക്കുന്നു. ആ ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ഫെസ്റ്റിവലിൻ്റെ ഈ ഫിലിം ഫെസ്റ്റിവലുകളുടെ കുറിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു ധാരണയുണ്ട്. ആ ഒരു സിസ്റ്റം നന്നായിട്ടുണ്ട്. പക്ഷേ അത് മുൻകാലങ്ങളിലൊക്കെ അത് ചില വ്യക്തികളൊക്കെ അതിനകത്ത് അവരുടെ ഒരു ഇതിലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും സുസജ്ജമായ ഒരു സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുകയും സിനിമയുടെ സെലക്ഷൻ ഉൾപ്പെടെ അതിൻ്റെ മറ്റ് സംഘാടനത്തിലുൾപ്പെടെ എല്ലാം ഒരു ടീമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക്, ഡെലിഗേറ്റ്സിന്, വന്ന ഒഫീഷ്യൽസിന് എല്ലാം വളരെ നല്ല അഭിപ്രായമാണ് ഇത്തവണ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വൈസ് ചെയർമാൻ ആവുന്നതിന് മുൻപേ അക്കാദമിയുടെ ഭാഗമായിരുന്നു. പക്ഷേ വൈസ് ചെയർമാൻ ആയ സമയത്താണ് അത് കൂടുതലായിട്ട് പറയുകയും ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എത്ര വൈസ് ചെയർമാൻമാരെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അറിയാം എന്ന് ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. IFFKയുടെ നടത്തിപ്പിനപ്പുറത്തേക്ക് ഒരു വൈസ് ചെയർമാൻ അക്കാദമിയുടെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്?
അല്ല, അക്കാഡമി എന്ന് പറഞ്ഞാൽ വളരെ ഒരു സുസജ്ജമായ ഒരു സംവിധാനമാണ്. ഇത് 1998 സ്ഥാപിതമായത്. അത് നമ്മൾ ഈ മലയാള സിനിമയുടെ ഗുണനിലവാരം ഉയർത്തുക, കലാമൂല്യമുള്ള മികച്ച സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം പ്രേക്ഷകൻ്റെ ആസ്വാദന നിലവാരം ഉയർത്തുക. മൊത്തത്തിൽ മലയാള സിനിമയിൽ ഒരു പുതിയ സിനിമാ സംസ്കാരം, ഒരു പുതിയ സിനിമാ അവബോധം സൃഷ്ടിക്കുക. ഇത് തന്നെയാണ് അക്കാഡമിയുടെ അതിനു വേണ്ടിയിട്ടാണ് ചലച്ചിത്ര അക്കാഡമി രൂപീകൃതമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ സിനിമയെ ഗുണപരമായി സ്വാധീനിക്കുന്ന, ഗുണപരമായി മാറ്റം വരുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ, സിനിമാ പുരസ്കാരങ്ങൾ, ടെലിവിഷൻ പുരസ്കാരങ്ങൾ, ടെലിവിഷനിലെയും സിനിമയിലെയൊക്കെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ. അതുപോലെ ടൂറിംഗ് ടോക്കീസ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ഏറ്റവും നല്ല ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ, നമ്മൾ ഈ സിനിമ അധികം കാണാൻ അവസരം കിട്ടാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചെല്ലുകയാണ്. ഏറ്റവും നല്ല സിനിമകൾ അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നു. അതുപോലെ അക്കാഡമിക് തലത്തിൽ ചലച്ചിത്ര അക്കാഡമിക്ക് ഒരു അക്കാഡമിക് സ്വഭാവം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് തലത്തിലുള്ള ഒരുപാട് പരിപാടികൾ, ഇപ്പോൾ ക്യാമ്പസുകൾ, സർവകലാശാലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ളൊരു പങ്കാളിത്ത പരിപാടികൾ, അക്കാഡമി നിരവധി ശില്പശാലകൾ, ക്യാമ്പുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ ഗോത്രവർഗ്ഗ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ശില്പശാല, ഗംഭീരമായ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ കുട്ടികളെ കിട്ടി, അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ അക്കാഡമിക്കൊരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്, സമീക്ഷ എന്ന് പറഞ്ഞിട്ട്. അത് UGC പോലും ഇപ്പോൾ അംഗീകരിച്ചിട്ട് ഉണ്ട്. പിന്നെ സിഫ്ര എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ 2018 നമ്മൾ ആരംഭിച്ച സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്. അതിനകത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ചലച്ചിത്ര ഗവേഷകർക്ക്, ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല റെഫറൻസിനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വിപുലമായൊരു ലൈബ്രറി ഉണ്ട്. സിനിമാ സംബന്ധിയായിട്ടുള്ള ഏതാണ്ട് 3500-ലധികം ഗ്രന്ഥങ്ങൾ, ഏറ്റവും നല്ല ഗ്രന്ഥങ്ങൾ, പിന്നെ 5000-ഓളം സിനിമകൾ, വിദേശ ക്ലാസിക്കുകൾ ഉൾപ്പെടെ 3500-ലധികം മലയാള സിനിമകളുടെ ഒരു വലിയ ശേഖരം തുടങ്ങി ഒരു വിപുലമായൊരു സംവിധാനമാണ്. അവിടെ ഏറ്റവും നല്ല ഒരു ചലച്ചിത്ര ഗവേഷണത്തിനുള്ളൊരു വലിയ ഒരു സ്ഥാപനമായിട്ട് അത് അങ്ങനെയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള റിസർച്ച് വർക്കുകൾ, നമ്മൾ കുറേ ഫെലോഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചില പ്രബന്ധങ്ങൾ, ഇപ്പോൾ സിനിമയിൽ തന്നെ ചില അടയാളപ്പെട്ടു പോകാത്ത ചില മേഖലകളുണ്ട്. മലയാള സിനിമയെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പഴയകാലം മുതലുള്ള ഈ ചമയം, അതുപോലെ കലാസംവിധാനം, വസ്ത്രാലങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ, നൃത്ത സംവിധാനം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ എത്രയോ കാലമായിട്ട് നമുക്ക് ഒരുപാട് പേർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ എവിടെയും അടയാളപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ആ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്നവരെ ആ മേഖലയെക്കുറിച്ച് സമഗ്രമായി ഒക്കെ ഗവേഷണം നടത്തുകയും അവരെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് പ്രബന്ധമായിട്ട് അവതരിപ്പിക്കുകയും അതിനെ നമ്മൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ട് അതെല്ലാം ഇങ്ങനെ സംരക്ഷിക്കുന്ന പരിപാടി. പിന്നെ മലയാള സിനിമയുടെ പൈതൃക സംരക്ഷണ പരിപാടിയായിട്ട് നമ്മൾ ഈ മലയാളത്തിലെ വഴിത്തിരിവായിട്ടുള്ള കുറേ സിനിമകൾ നമ്മൾ ഈ ഡിജിറ്റൽ റെസ്റ്റോറേഷൻ ചെയ്തിട്ട് അവർ ആ ശബ്ദവും ദൃശ്യവും ഒക്കെ കൂടുതൽ മിഴിവോടുകൂടി സംരക്ഷിക്കുന്ന, പുതിയ തലമുറകൾക്കായി നമ്മളത് കരുതി വയ്ക്കുന്ന, അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ്. ഈ ചലച്ചിത്ര അക്കാദമി വെറും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുകയോ അല്ലെങ്കിൽ കുറേ സിനിമാ പുരസ്കാരം നൽകുകയോ മാത്രമല്ല, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം മലയാള സിനിമയുടെ ഒരു ഗുണപരമായ മാറ്റം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. 25 വർഷത്തെ ഈ പ്രവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഒരു ഭാവുകത്വ പരിണാമത്തിന്, പ്രേക്ഷകൻ്റെ ആസ്വാദന നിലവാരം ഉയർത്തുന്നതിനൊക്കെ അക്കാദമിയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. ഇത്രയും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും വാർത്താ പ്രാധാന്യം പോകുന്നത് പലപ്പോഴും വിവാദങ്ങളിലേക്കാണ്. അത് സ്വാഭാവികമാണ്. പാളയത്തിൽ പടയൊരുക്കങ്ങൾ, അങ്ങനെ ഒരു IFFKയുടെ ചലച്ചിത്ര മേളയുടെ പോലും ശ്രദ്ധ മാറിപ്പോകുന്ന രീതിയിലേക്കൊക്കെ ആ വിവാദങ്ങളൊക്കെ അങ്ങനെയൊക്കെ വീണ്ടും സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഉണ്ട്. അതിപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അതെല്ലാം കുടുംബത്തിനകത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിനകത്തൊന്നും ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ അതൊന്നും ഒരു പൊതുസമൂഹത്തിനോട് വന്ന് പറയുന്നത് ഒരു നല്ല സംസ്കാരമല്ല. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അത് ചില അംഗങ്ങൾക്കൊക്കെയുള്ള ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട്, അത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തി അതെല്ലാം പരിഹരിക്കും. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ഈ വിമർശനങ്ങൾ വന്നതും ഇതിനകത്തും തന്നെയാണ്. തീർച്ചയായിട്ടും അകത്തുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഉണ്ടാവും. IFFKയുടെ ചെയർമാൻ മാടമ്പിയാണോ? എനിക്കങ്ങനെ അഭിപ്രായമില്ല. അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ അല്പം സീനിയറായിട്ട് അദ്ദേഹം പഠിച്ചിരുന്ന ആളാണ്. അന്ന് മുതലേ ഞങ്ങൾ ഒന്നിച്ച് നാടകങ്ങൾ ചെയ്യുകയും നമ്മൾ വയനാട്, അട്ടപ്പാടിയൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആദിവാസി മേഖലകളിൽ പോയിട്ട് ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്ന നാടകങ്ങളൊക്കെ അന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനുമായിട്ട്. അപ്പോൾ അത്രയും അന്നേ ഉള്ളൊരു നാടകത്തിലൂടെയുള്ളൊരു വലിയ ആത്മസൗഹൃദം അതിന്നും അതേപോലെ തന്നെ ഞങ്ങൾ തുടരുന്നു. അല്ല, ഞങ്ങൾ രണ്ട് സിനിമാക്കാരായിട്ടല്ല,
തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് സൗഹൃദം തുടർന്നത്. എന്നോട് ഉള്ളൊരു സമീപനമൊക്കെ ഏറ്റവും നല്ല സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെയാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അങ്ങനെ സിനിമ ഫീൽഡ് തൊട്ടേ ഉള്ള പരിചയം ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അതിന് മുകളിലുള്ള ഒരു പരിചയം. അപ്പോഴും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിന് ഇത്രയേറെ വിമർശനങ്ങൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഓരോ മനുഷ്യരുടെയും ഒരു പ്രതികരണം, മറ്റുള്ളവർ അത് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് പലതും അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിനകത്തൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. ഇപ്പോൾ എൻ്റെ ഒരു രീതി ആയിരിക്കില്ല മറ്റൊരാളുടെ രീതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. പിന്നെ നമ്മുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കറാണ്. അദ്ദേഹം സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, നിർമ്മാതാവാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ള, തൻ്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാനതിനെ മാനിക്കുന്നു. എനിക്കതിനകത്ത് അദ്ദേഹത്തെ തിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനൊന്നും അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു പരിധിവരെ ഉണ്ട്. അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ആ രീതിയിൽ, ആ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ചില വിഷയങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ എപ്പോഴും ചെയർമാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തതെന്നും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഇടത് ബെൽറ്റുകളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു കാഴ്ചയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അല്ല, അങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണാറുണ്ട്, ഞാനത് കാണാറുണ്ട്. പക്ഷേ ഞാൻ അതിനകത്തൊന്നും ഒരു പ്രതികരണം പറയാനൊന്നും ഞാനില്ല. AFFKയുടെ വൈസ് ചെയർമാൻ, അപ്പം പൊതുവെ അത്തരം വിവാദങ്ങൾ മാറി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകുകയാണ് ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്ക്. അങ്ങനെയാണോ? അല്ല, എൻ്റെ ഒരു മേഖല കൂടുതലും അതാണ്. ഞാൻ ഒരുപാട് സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ആളല്ല, മുമ്പും അല്ല, ഇപ്പോഴും അല്ല. ഞാൻ ഒരുപാട് സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്, സാധാരണ ഉള്ള ആൾക്കാരുമായിട്ടുള്ള. അതാണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഈ കുറേ വിഷയങ്ങളിൽ എനിക്ക് കുറേ ലേഖനങ്ങളൊക്കെ എഴുതാൻ പറ്റിയത് ഈ നമ്മുടെ മനുഷ്യരുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടാണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ ഈ ട്രെയിനിലും ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഒരുപാട് ആൾക്കാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ നമുക്കറിയാൻ പറ്റും. അവരുടെ ഒരു പൾസ് അറിയാൻ പറ്റും. അവരുടെ ചില വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ചിലത് എൻ്റെ ലേഖനങ്ങളായിട്ടൊക്കെ പിന്നീട് മാറിയത്. അത് ഈ സമൂഹവുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഒരു ആൾക്കാരുമായിട്ട്, കാര്യം നമ്മളങ്ങനെ ഒരു അന്യഗ്രഹ ജീവിയൊന്നുമല്ലല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ ജനിച്ച് വളർന്ന് ഈ സമൂഹത്തിൽ ജീവിച്ച് അവരിൽ നിന്ന് ഊർജ്ജം കൊണ്ട് ആണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരു സിനിമാ നടനൊക്കെ ആയതിനു ശേഷം അവരുടെ ഒരു അംഗീകാരവും സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ടാണ് നമ്മുടെ ഒരു നിലനിൽപ്പ് തന്നെ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പ്രതിബദ്ധത തീർച്ചയായിട്ടും എനിക്ക് സമൂഹത്തോട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും പരസ്യ ചിത്രങ്ങളിലൊന്നും അഭിനയിക്കാത്ത ഒരാളാണ് ഞാൻ. അതൊക്കെ എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അതെനിക്ക് സമൂഹത്തോടുള്ളൊരു വലിയൊരു പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് തന്നെയാണ്. സമൂഹത്തോട് പ്രതിബദ്ധത സൂക്ഷിക്കുന്നവർ, സമൂഹത്തോട് കൂടുതൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവർ, ഇവരൊക്കെയാണ് സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിനകത്ത് പങ്കാളികളാകേണ്ടത് എന്നുള്ളതാണല്ലോ നമ്മൾ നോർമലായിട്ട് പറയുക. രാഷ്ട്രീയം മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും. രാഷ്ട്രീയമില്ലാതെ നമുക്കൊരു ഇത് പറ്റില്ലല്ലോ. അല്ല, ഞാൻ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുന്നത് മനസ്സിലുണ്ടോ? രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിപ്പോൾ ഏതെങ്കിലും ഒരു അധികാര രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മത്സര രാഷ്ട്രീയം, അതൊന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധ്യം എനിക്കുണ്ട്. ഞാൻ ചെമ്പഴന്തി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു KSUവിൻ്റെ പ്രവർത്തനമായിരുന്നു. പക്ഷേ പിന്നീട് സഖാവ് P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ്റെ ജീവചരിത്രം സിനിമയായപ്പോൾ ആ സഖാവിനെക്കുറിച്ച് അറിയുകയും സഖാവിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിലൂടെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോട് ഒക്കെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വെച്ചാൽ ആഴത്തിൽ തന്നെ അറിയാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് എനിക്കൊരു വലിയ ആഭിമുഖ്യം തോന്നി. പിന്നീടാണ് ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് ഞാൻ മാറുന്നതൊക്കെ അതിനുശേഷമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു പശ്ചാത്തലം അങ്ങനെയാണ്. അതിൽ നിന്ന് എനിക്കൊരു വലിയൊരു എൻ്റെ ചിന്തകളെ, നിലപാടുകളെ, എൻ്റെ അഭിപ്രായങ്ങളെയൊക്കെ വല്ലാതെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് സഖാവ് P. കൃഷ്ണപിള്ള. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളൂ, സഖാവ് P. കൃഷ്ണപിള്ളയാണ് എന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിലേക്ക് എന്നെ ആകർഷിച്ചത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അതിൻ്റെ കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ പലപ്പോഴും പറയണം. അത് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കാത്തൊരു പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ആ പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും ഒരു അപജയം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യരും ഏറ്റവും സുന്ദരമായ സമത്വത്തിൻ്റെ, നീതിയുടെ ഒക്കെ ഒരു ലോകം വിഭാവനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. പാവപ്പെട്ട മനുഷ്യനെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ, ദരിദ്രനെ,
തൊഴിലാളികളെ എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് നിർത്തുകയും അവർക്കൊരു ശുഭകരമായ ഒരു ലോകം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന അങ്ങനെ ഒരു മഹാപ്രസ്ഥാനമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതവുമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ആ ഒരു പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും ഒരു അപജയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രത്യയശാസ്ത്രങ്ങൾ പലപ്പോഴും അത് കൈകാര്യം ചെയ്തത് മനുഷ്യരാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതിനകത്ത് ചിലപ്പോൾ വീഴ്ചകളുണ്ടാവാം, കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, തെറ്റുകളും പറ്റാം. അതൊക്കെ സ്വയം വിമർശനത്തിലൂടെയൊക്കെ തിരുത്തണമെന്ന് തന്നെയാണ് മാർക്സിയനും പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു തത്വശാസ്ത്രങ്ങളൊക്കെ പറയുന്ന അങ്ങനെ തന്നെ. അത് സ്വയം വിമർശനത്തിലൂടെ ആത്മവിമർശനത്തിലൂടെയൊക്കെ തിരുത്തുകയും ഒക്കെ വേണം. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യനുണ്ടാകുന്ന ചില പരാജയങ്ങളെ അല്ലെങ്കിൽ ചില വീഴ്ചകളെ അത് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ വീഴ്ചയായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ആ പ്രത്യയശാസ്ത്രത്തിന് തീർച്ചയായിട്ടും ലോകത്ത് നിലനിൽപ്പുണ്ട്, അത് കാലാധിപർത്തിയായി തുടരുക തന്നെ ചെയ്യും. ആ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് എനിക്കൊരു പ്രത്യാശയും പ്രതീക്ഷയും, അതിനോടാണ് എനിക്കൊരു ആഭിമുഖ്യവും ഒക്കെ ഉള്ളത്. അധികാര രാഷ്ട്രീയമല്ല മനസ്സിലെന്ന് ഇല്ല, പറയുമ്പോഴും ഒരിക്കലും ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനിയുള്ള സമയങ്ങളിൽ നമുക്കറിയില്ല അത് ഏത് രീതിയിൽ വരുന്നുവെന്ന്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് രാഷ്ട്രീയത്തിൽ ചില പൊതുബോധമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഉൾക്കള്ളികളൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ബോധമൊക്കെ ഉള്ളൊരു ജനതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കലാകാരന്മാർ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് മലയാളിയെ സംബന്ധിച്ചുള്ള എപ്പോഴും ചെറിയൊരു ഹെസിസ്റ്റൻസോടുകൂടി കാണുന്ന, ഇപ്പോഴും സിനിമ എന്നുള്ള ഒരുപാട് പേര് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്, അധികാര രാഷ്ട്രീയത്തിലുണ്ട്, അതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു പൂർണ്ണ രാഷ്ട്രീയമായി അവരെ മലയാളി അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അല്ല, അത് ഈ പറഞ്ഞ കണക്ക് അപൂർവം ചിലർക്കാണ് ആ ഒരു രംഗത്ത് വിജയിക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റു പലർക്കും അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവരെയൊന്നും അങ്ങോട്ട് വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ. അതുകൊണ്ട് പക്ഷേ ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ജനമനസ്സറിയുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുമൊക്കെ ആയിട്ടുള്ളവർ, അവർ ഏത് മേഖലയിലുള്ളവരായിരുന്നാലും ശരി, അവർക്ക് രാഷ്ട്രീയത്തിൽ കടന്നു വരാം. അവർ നിസ്വാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. അപ്പോൾ അതിനകത്തൊരു ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ മേഖലയിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു പൊതുബോധം മലയാളിയുടെ ഒരു പൊതുബോധത്തെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ അത് ഒരുപാട് സംസാരിക്കാനുണ്ട് അതിനെക്കുറിച്ച്. അത് അല്ല, പക്ഷേ അങ്ങനെ വരുന്നത് കൊണ്ട് അപകടമൊന്നുമില്ല. അവർ വന്നാലും അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജനപക്ഷത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, തുറന്നെഴുതുന്ന എഴുത്ത് അല്ലെങ്കിൽ സിനിമ, ഈ മൂന്നെണ്ണത്തിൽ ഏതിലാണ് പ്രയോറിറ്റി? എനിക്ക് ഈ ജനങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു ജീവിതം, അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ ഒരുപാട് സാംസ്കാരിക പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്നത്, അത് ജനങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എനിക്കൊരു വലിയൊരു ലഹരിയാണ്. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അതൊരു ഉപജീവന മാർഗമായിട്ട് മാത്രമാണ് ഞാനതിനെ കാണുന്നത്. അല്ലാതെ അതൊരു വലിയ പാഷൻ എന്നൊക്കെ എല്ലാവരും പറയുന്ന പോലെ എനിക്കങ്ങനെ ഇഷ്ടമാണ്. ഇനിയും നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ചില നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ഒരു മടുപ്പ് കൊണ്ടൊക്കെ ആകാം അങ്ങനെ ഒരു വിരസത എനിക്ക് തോന്നാറുള്ളൂ. പക്ഷേ വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ആക്ടറെ വെല്ലുവിളിക്കുന്ന ചില കഥാപാത്രങ്ങളൊക്കെ വന്നാൽ നമുക്കതൊരു ഇൻസ്പയറിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അഭിനിവേശം, ഇതിനകത്തൊരു ആവേശത്തോടു കൂടിയൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അങ്ങനെ വരുന്ന കഥാപാത്രങ്ങളൊന്നും അങ്ങനെ എനിക്കൊരു ഇതായിട്ട് തോന്നാത്തത് കൊണ്ട് അതൊരു ഉപജീവന മാർഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാനത് കാണുന്നത്. അതുകൊണ്ട് വല്ല സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ചില സിനിമകൾ ചെയ്യുന്നു എന്ന് മാത്രമേ. എഴുത്ത് എൻ്റെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരങ്ങളെ, ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്കങ്ങനെ എഴുതാനുള്ള വലിയ കഴിവൊന്നുള്ള ഒരാളൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് തോന്നുമ്പോൾ അത് അക്ഷരങ്ങളിലൂടെ അങ്ങ് വരികയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു എഴുത്തിനെക്കുറിച്ച് അത് ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ ഭാഷകളിൽ. ഞാനങ്ങനെ എഴുത്തുകാരനാകണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊന്നുമില്ല. ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ളത് വന്നപ്പോൾ അങ്ങനെ എഴുതിയതാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ ഈ ചില അവസ്ഥകളെപ്പറ്റി, അതിനകത്ത് എനിക്കുള്ള ചില ഉത്കണ്ഠകളോ നിരാശകളോ ചില ഭയങ്ങളോ ചില പ്രതീക്ഷകളോ എൻ്റെ ചില സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതെല്ലാം എൻ്റെ ചില നിരീക്ഷണങ്ങളോ, ഇതൊക്കെ അതൊരു നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രതിഫലിപ്പിക്കാൻ ഒരുപാട് വിലക്കുണ്ട്. അതിനകത്തൊരു സിനിമാ നടൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗമല്ല, അങ്ങനെ ഒരു കലാകാരനല്ല. സിനിമയിൽ ഒരു നടന് കിട്ടുന്ന കഥാപാത്രത്തെ, അതിൻ്റെ വികാര വിചാരങ്ങളെ പൂർണ്ണമായി
അഭിനയിക്കാനും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുമുള്ള അതിനെ ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു ഒരു നടനെന്നുള്ള വ്യക്തിയുടെ ചില നിലപാടുകളോ അഭിപ്രായങ്ങളോ ആശയങ്ങളോ ഒന്നും സമൂഹത്തോട് പറയാൻ ഈ അഭിനയം എന്നുള്ളൊരു മീഡിയത്തിലൂടെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നിലെ എൻ്റെ ഒരു സ്വത്വം, അത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ശരിക്കും വെളിപ്പെടുത്തുക തന്നെയാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയല്ല, അതിൽ അപ്പുറം മറ്റൊരു വ്യക്തിത്വമാണ്. അത് ഇന്ന അഭിപ്രായങ്ങളും നിലപാടുകളും ആശയങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അത് ഈ സമൂഹവുമായിട്ട് പങ്കുവയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചില ആശങ്കകളോ ഉത്കണ്ഠകളോ ഒക്കെ സമൂഹവുമായിട്ട് ഷെയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആണ് അതിൽ ഒപ്പം എന്നിലെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുക. പലപ്പോഴും നടന്മാരെപ്പോഴും ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളാണ്. കാര്യം അവർ സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജ് വെച്ചിട്ടാണ് ഈ സമൂഹം അവരെ കാണുന്നതും വിലയിരുത്തുന്നതും. പക്ഷെ അതല്ല, യഥാർത്ഥത്തിൽ അവരങ്ങനെയല്ല. അവർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഉണ്ട്. എല്ലാവരും അത് ഉചിതമായ സമയത്തൊക്കെ അത് ഉചിതമായ വേദികളിൽ പറയുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അവരുടെ എല്ലാം ഉള്ളിൽ അതുണ്ട്. അപ്പോൾ അത് ചിലരൊക്കെ പറയാൻ ശ്രമിക്കുന്നു, ചിലരൊക്കെ അത് എഴുതുന്നു. ആ കൂട്ടത്തിലാണ് ഞാനത് പലപ്പോഴും ശരിക്കും ഞാൻ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയുള്ളൊരു ശ്രമമാണ് എൻ്റെ എഴുത്ത്. ഇതായിരുന്നു ഞാൻ അവസാനം ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം. പക്ഷെ എന്നാലും ഒരുപാട് സിനിമകൾ കണ്ട ഒരു സാധാരണ പ്രേക്ഷകൻ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നു. ഒരുപാട് ഈ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. നമ്മൾ കാണുമ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലുള്ള ഭാഗമായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ, സൗഹൃദം സൂക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. എനിക്ക് മലയാള സിനിമയിൽ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ താരങ്ങളുമായിട്ടും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപൂർവം ചിലരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഇപ്പം മമ്മൂക്ക മുതൽ ലാലേട്ടൻ അങ്ങനെ തുടങ്ങിയ എല്ലാ താരങ്ങളല്ല, അവർക്ക് വലിയ മഹാനടന്മാരാണ്. അവരോടൊക്കെ ഒപ്പം ഈ പുതിയ തലമുറയിലെയും ഒക്കെ ഉൾപ്പെടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അഭിനയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റിലെ കുറച്ച് മുമ്പ് വന്ന അരവിന്ദൻ്റെ അതിഥികളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. അതിനുശേഷം കുറേ സിനിമകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ സിനിമകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവരുമായിട്ടെല്ലാം വലിയ സൗഹൃദമാണ്. പക്ഷെ അവരെ നിരന്തരം ഫോണിൽ വിളിക്കുകയോ നിരന്തരം കാണുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉള്ളിൽ എല്ലാവരോടും വലിയ സൗഹൃദമുണ്ട്. എന്നോടും എല്ലാവർക്കും ഒരു നല്ല സ്നേഹവും സൗഹൃദവും ഉണ്ട്. തീർച്ചയായും ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ സജീവമാകട്ടെ, നല്ല എഴുത്തുകൾ വരട്ടെ, വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ തേടിയെത്തട്ടെ എന്ന് വളരെയധികം നന്ദി ക്യൂവേറ്റിനൊപ്പം ഇത്രയും സമയം ചേർന്നത്. താങ്ക് യു.